بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وبه قال الإمام البخاري رحمه الله تعالى حدثنا أبو نعيم قال حدثنا زكريا عن عامر أنه قال سمعت النعمان بن بشير يقول سمعت رسول الله صلى الله عليه وسلم يقول الحلال بين والحرام بين وبينهما مشبهات لا يعلمها كثير من الناس فمن اتقى الشبهات فقد استبرأ لعرضه ودينه ومن وقع في الشبهات كراء يرعى حول الحمى يوشك أن يواقعه ألا وإن لكل ملك حمى ألا وإن حمى الله في أرضه محارمه ألا وإن في الجسد مضغة إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله ألا وهي القلب. തൊട്ട് മുമ്പത്തെ ദർസിൽ നമ്മൾ ഈ ഹദീസിൻ്റെ ചെറിയ രൂപത്തിലുള്ള അർത്ഥം വച്ചു. ഇന്ന് നാം ഉദ്ദേശിക്കുന്നത് ഈ ഹദീസിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വിവരിക്കാനാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ സുലുസുൽ ഇസ്ലാം എന്ന് പറയുന്ന ഹദീസുകളിൽപ്പെട്ട ഒന്നാണത്. ഒന്ന് ഈ ഹദീസ് തന്നെയാണ്. രണ്ടാമത്തത് അൽ അഅ്മാൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നുള്ളതാണ്. മൂന്നാമത്തത് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നാലാമത്തെ ഒന്നും കൂടി ഉണ്ട്. 4 ഹദീസ് കൂടിയാൽ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും വിവരിക്കാൻ കഴിയും എന്നാണ്. 3 എന്ന് പറഞ്ഞ് 4. നാലാമത്തെ എന്താ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. അപ്പോൾ ഈ 4 ഹദീസുകൾ അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ 3 ഹദീസുകൾ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും വിവരിക്കാൻ, അക്കമിട്ട് വിവരിക്കാൻ ഇത് 4 മതി. ഇതിലേറെ ആവശ്യമില്ല. ആവശ്യമില്ല എന്ന് പറയുന്നർത്ഥം വേണ്ട എന്നല്ല, ഇതിൻ്റെ വിശദീകരണമാണ് ബാക്കിയുള്ളതൊക്കെ. ചിന്തിക്കുന്നവർക്ക് ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ, അതിൻ്റെ നന്മയും തിന്മയും ഉൾക്കൊള്ളാൻ, അതിലുള്ള നല്ല കാര്യങ്ങളും അത് വിരോധിച്ച ചീത്ത കാര്യങ്ങളും, അതാണ് ഇസ്ലാമിലെ തിന്മ എന്ന് പറഞ്ഞാൽ. അതിനെയുമെല്ലാം നാം വളരെ വ്യക്തമായി ഈ 4 ഹദീസിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് മഹാന്മാർ വിശദീകരിക്കുന്നത്. ഈ ഹദീസിൽ വിശദീകരിച്ചു അൽ ഹലാലു ബയ്യനുൻ വൽ ഹറാമു ബയ്യനുൻ. ഹലാൽ ഏത്? വളരെ വ്യക്തമാണ്. ഹറാം ഏത്? അതും വ്യക്തമാണ്. ഹലാലിൻ്റെയും ഹറാമിൻ്റെയും ഇടയിൽ കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അധിക ആളുകൾക്കും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അവൻ്റെ ദീനിന് വേണ്ടി, ദീൻ സംരക്ഷണത്തിന് വേണ്ടി അതിൽ ഇറങ്ങിപ്പോയാൽ അവൻ്റെ ഈമാൻ നഷ്ടപ്പെടാൻ കാരണമാകും. അവൻ്റെ ദീനിന് വേണ്ടി അൽ ഇസ്തിബ്റാഉ ലിദീനിഹി ഫഖദ് ഇസ്തബ്റാ ലിദീനിഹി. അവൻ്റെ ദീനിന് വേണ്ടി, ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അവൻ്റെ വക്കൽ നിന്ന് അല്ലാഹുവിനിക്ക് വെറുപ്പുള്ള കാര്യം വന്നു പോവണ്ട എന്ന് മനസ്സിലാക്കി അതിൽ മാറി നിൽക്കണം. അവൻ്റെ അഭിമാനം കാക്കാനും. ഇന്നത്തെ ലോകത്ത് പല ആളുകളെയും വിമർശിക്കപ്പെടുന്നത് അവർ ഇങ്ങനെയുള്ള ഹലാലാണോ ഹറാമാണോ എന്ന് വ്യക്തമല്ലാത്ത കാര്യങ്ങളിൽ അവർ ഇടപെട്ട് പോകുമ്പോൾ അവർക്ക് തെവീലുകളും ന്യായീകരണങ്ങളും ഉണ്ടെങ്കിലും അത് ജനങ്ങളടുത്ത് വരെ പോകില്ല. അവരെ വിമർശിക്കലിനുള്ള കാരണമായി വരുന്നുണ്ട്. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇതാണ് ഇന്ന് നാം അല്പം വിശദീകരിക്കുന്നത്. വഖാല നവവി റളിയല്ലാഹു അൻഹു. ഇമാം നവവി പറഞ്ഞു, ഐനി 438 ജുസ് 1 ഈ സംഭവം ഉള്ളത്. മഅനാഹു അന്നൽ അഷ്യാഅ സലാസത്തു അഖ്സാമിൻ. വസ്തുക്കൾ ഏതും 3 ഐറ്റമാണ്. ഹലാലുൻ വാളിഹുൻ ലാ യഖ്ഫാ ഹില്ലുഹു. വ്യക്തമായ ഹലാല്, അത് ഹലാലാണ് എന്നുള്ളത് ഖഫിയേ അല്ല. അക്ലിൽ ഖുബ്സി,
റൊട്ടി കഴിക്കും പോലെ, വൽ ഫവാക്കിഹി ഫ്രൂട്ട് കഴിക്കും പോലെ, വക്കൽ കലാമി നല്ല നല്ല സംസാരങ്ങൾ സംസാരിക്കും പോലെ, വൽ മഷി നടന്നു പോകും പോലെ, ഒരിതാലിക്ക അതല്ലാത്ത കുറേ കാര്യങ്ങൾ നല്ലതായിട്ട് വ്യക്തമായ ഹറാമായതുണ്ട്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നല്ല വസ്ത്രങ്ങൾ അണിയൽ, വീടുകൾ എടുക്കൽ, ബസ്സിൽ കയറൽ, കാറിൽ കയറൽ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ടൂറ് പോവൽ ഹലാലായ സ്ഥലത്തേക്ക്, അതിൽ ഹലാലായത് വളരെ വ്യക്തമായതാണ്. രണ്ടാമത്തത് വഹറാമും ബയ്യനുൻ വ്യക്തമായ ഹറാം, കൽ ഖംരി വദ്ദമി വസ്സിന വൽ കദിബി വഅസ്ബാഹി ദാലിക, ഇങ്ങനെയുള്ള കുറേ കള്ളുകൂടി, രക്തം കഴിക്കല്, വ്യഭിചരിക്കല്, പലിശക്ക് കൊടുക്കല്, നുണ പറയല്, ഗീബത്ത് പറയല്, അങ്ങനെ ഹറാമായ ധാരാളം കാര്യങ്ങളുണ്ട്. അതും വ്യക്തമാണ്. വഅമ്മൽ മുശബ്ബഹാതു ഫമഅനാഹു അന്നഹാ ലൈസത് ബിവാദിഹത്തിൽ ഹില്ലി വൽ ഹുർമതി, അത് ഹലാലാണ് എന്നതും അത് ഹറാമാണ് എന്നതും രണ്ടും വ്യക്തമല്ലാത്തത്. വലിഹാദാ ലാ യഅരിഫുഹാ കസീറുൻ മിനന്നാസ്, അതിനെ അധിക ജനങ്ങളും അതിനറിയില്ല. പിന്നെ അതുമായി ഇണങ്ങിയതായ ആളുകൾ അവർക്ക് അതിൻ്റെ വശങ്ങളെല്ലാം അറിയും. അതിൽ ഹറാമായ കാര്യങ്ങളേത്, ഹലാലായ കാര്യങ്ങളേത് എന്ന് പണ്ഡിതന്മാർക്ക് വേർതിരിച്ചറിയും. അധിക ആളുകൾക്കും അതിനെ സംബന്ധിച്ച് വ്യക്തമായി അറിയില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അറിയുന്നവർ അത് വേർതിരിച്ചും, ഇനി വശങ്ങൾ തെറ്റുള്ള വശങ്ങളാണ്, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് അടുക്കണ്ട, ഇനി വശങ്ങൾ അതിൽ തെറ്റുള്ള ഭാഗങ്ങളാണ്, ശരിയുള്ള ഭാഗങ്ങളാണ്, ആ നിലക്ക് ആ ഭാഗം ഉപയോഗിക്കാം. അത് ഓരോന്നിനെയും അതുമായി ബന്ധപ്പെട്ട ആളുകൾ വിലയിരുത്തിയിട്ട് വേർതിരിക്കും എന്നല്ലാതെ പൊതുവായിട്ട് ആർക്കും അതിനെ സംബന്ധിച്ച് ഒന്നും പറയാൻ കഴിയില്ല. അതാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കൽ. അത് ദീനിൻ്റെ അടയാളമാണ്. അത് ദീനിന് വേണ്ടി മാറി നിൽക്കുന്നതാണ്. അവൻ്റെ അഭിമാനത്തിന് വേണ്ടി അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അത് ഇങ്ങനെ ഒപ്പില്ലേ, ഇനി നിലക്കതിന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് അത് ചെയ്തൂടെ എന്ന് ചോദിച്ച് അതിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാളും നല്ലത് അത് ചെയ്യാതിരിക്കലാകുന്നു. അത് എന്തൊക്കെയാണ് എന്നുള്ളതിൽ ഇമാമിയങ്ങൾക്ക് ധാരാളം അഭിപ്രായമുണ്ട്. അതിൽപ്പെട്ടൊരു അഭിപ്രായമാണ് ഇമാം മാസരി റളിയല്ലാഹു അൻഹു പറയുന്നത്. അൽ മുസ്തബിഹാത്തു, മുസബ്ബഹാത്ത് എന്നും പറഞ്ഞ പല റിവായത്തുണ്ട് അവിടെ. അൽ മക്രൂഹു, മക്കറാഹത്താക്കപ്പെട്ട കാര്യങ്ങളാണ് എന്നൊരു അഭിപ്രായം. ലാ യുകാലു ഫീഹി ഹലാലും വലാ ഹറാമും ബയ്യൻ, അത് വ്യക്തമായ ഹലാലാണെന്നോ വ്യക്തമായ ഹറാമാണെന്നോ പറയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ബൈനഹുമാ മുസബ്ബഹാത്തുൻ അല്ലെങ്കിൽ മുസ്തബിഹാത്തുൻ അല്ലെങ്കിൽ മുത്തശാബിഹുൻ എന്നൊക്കെ ഈ വായത്തുകളുണ്ട്. ആ മുത്തശാബിഹ് എന്ന് പറഞ്ഞാൽ കറാഹത്താക്കപ്പെട്ട കാര്യങ്ങളാണ്. അത് ഇസ്ലാം പറ്റ വിരോധിച്ചിക്കണോ? വിരോധിച്ചിട്ടില്ല. എന്നാൽ അത് ഹറാമാക്കിക്കണോ, ഹലാലാക്കിക്കണോ? പൂർണ്ണമായി ഹലാലാക്കിയിട്ടുമില്ല. ഒഴിവാക്കാനാണ് കൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഒഴിവാക്കിയോട് കുറ്റമുണ്ടോ? കുറ്റമില്ല. അവിടെ മഹാന്മാർ പറയുന്നു അവിടെ ഒഴിവ് അത് ഒഴിവാക്കലാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു യഹ്യയിലെ കാര്യം പറയുന്നുണ്ട്. എന്താ? കറാഹത്തുകൾ ആവർത്തിച്ച് സ്ഥിരമായി ചെയ്യുമ്പോൾ അത് കറാഹത്ത് തന്നെ ഹറാമാകും. നമ്മളെ മദ്ഹബിലൊന്നും റാജിഹല്ല അഭിപ്രായം. കറാഹത്ത് എത്ര ചെയ്താലും കറാഹത്ത് തന്നെ ആവുള്ളൂ. പക്ഷേ ചില സമയത്ത് മുറുവത്ത് പോകുന്ന സംഗതിയായി വരും കറാഹത്ത്. സാക്ഷിക്ക് റിവായത്തിന് പറ്റുന്ന ആളുകളെല്ലാം മുറുവത്ത് പോകുന്ന നിലക്ക് അത് കറാഹത്ത് ചെയ്താൽ അത് ഹറാമാകുമെന്ന് പറയുന്നുണ്ട്. അത് വേറെ വൈസിയത്ത് കൂടെ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത് കറാഹത്ത് തന്നെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ കറാഹത്ത് ഹറാമാകും. ചെറുദോഷം ആവർത്തിച്ച് ചെയ്താൽ അത് വൻദോഷമാവുമല്ലോ എന്ന മാതിരി. അത് സമ്മതിക്കപ്പെട്ട കാര്യമാണ്. ചെറുദോഷം ഹറാമാണ്. അത് പലവട്ടം ആവർത്തിച്ച് ചെയ്താൽ അത് ഹറാമാകും, വൻദോഷമാകും എന്ന് പറയുന്ന മാതിരി കറാഹത്തുകൾ ആവർത്തിച്ച് ചെയ്താൽ അത് ഹറാമ് തന്നെ ആകുന്ന ഇമാം പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, മുറ്റമതല്ല. എന്തായാലും ഈ മുസ്തബിഹാത്ത് അത് കറാഹത്താണ്. ഇമാം മാസരി റളിയല്ലാഹു അൻഹു അഭിപ്രായം. വഖാലൽ ഖത്താബിയോ മിൻ അംസിലത്തിൽ മുതശാബിഹാത്തി മുആമലത്തു മൻ കാന ഫീ മാലിഹി ശുബ്ഹത്തുൻ. മുസ്തബിഹാത്തിന്റെ ഉംസിലത്തിൽ പെട്ടതാണ് ഒരാളുടെ മുതലിൽ കുറേ ശുബ്ഹത്തിൻ്റെ മുതലുണ്ട്.
പൂർണ്ണമായി ഹലാലായത് ഓൻ്റെ അടുത്തുണ്ട്. ഓൻ്റെ തോട്ടത്തിൽ നിന്ന് അവൻ പറിച്ചെടുക്കുന്ന തേങ്ങകൾ, അതിലേക്ക് ഹലാലായ മരുന്നുകൾ, വളങ്ങളെ അവൻ ചേർത്തിയിട്ടുള്ളൂ. ഹലാലായ പൈസ കൊണ്ട് അവനക്ക് അനന്തരമായി കിട്ടിയതാണ്. അതിൽ കിട്ടുന്ന മുതലുകൾ അവൻ്റെ അടുത്തുണ്ട്. അതല്ലാതെ പലിശയുമായി ബന്ധപ്പെട്ട ധാരാളം പണങ്ങൾ അവൻ കച്ചവടം നടത്തുന്നത്, സാധനം വാങ്ങുന്നത് പലിശക്ക് വാങ്ങിയിട്ടാണ്, അവൻ വിൽക്കുന്നത് പലിശക്ക് പകരമായിട്ടാണ്. ഇങ്ങനെ അവൻ്റെ പണങ്ങൾ അധികവും പലിശയുമായി ബന്ധപ്പെട്ടതുമുണ്ട്, പ്യൂർ ഹലാലുമുണ്ട്. പക്ഷെ അവനുമായി കച്ചവടം ചെയ്യൽ ഇമാമിയങ്ങൾ പറയും അത് വ്യക്തമായി ഹറാമാണെന്ന് വ്യക്തമായതിൽ മാത്രമേ ചെയ്യാൻ പറ്റായുള്ളൂ. ബാക്കിയുള്ളത് ഹലാലാവാലോ എന്ന സാധ്യത വെച്ച് അവൻ്റെ മുതലുമായി കച്ചവടം ചെയ്യാം. നമ്മൾ ഫിഖിലുള്ള മസല തന്നെയാണത്. അങ്ങനെ മുതൽ ശുഭത്തിൽ കലർന്നു, ഔ കാലത്തഹു റിബ, അല്ലെങ്കിൽ റിബ കലർന്നതും കലരാത്തും അവൻ്റെ അടുത്തുണ്ട്. അവൻ ഏതുകൊണ്ടാണ് ചെയ്യുന്നത് അറിയില്ല. അവനോട് ചെയ്യാതിരിക്കൽ, റിബക്കുള്ളതിനോട് ചെയ്യൽ അത് വ്യക്തമായ ഹറാമിൽപ്പെട്ടതാണ്. അതല്ല ചർച്ച. റിബ കലർന്ന മുതലുകൾ, ശുഭത്ത് കലർന്ന മുതലുകൾ ഉള്ളവനോട് ഇടപാട് നടത്തുക, അതാണ് മുത്സാബിഹാത്ത്. അവനോട് കച്ചവടം ചെയ്യൽ ഒഴിവാക്കണം. ഫഹാദാ യുക്റഹു മുആമലതുഹു. ഇങ്ങനെ ഹലാലും ഹലാലല്ലാത്തതും ശുഭത്തും ശുഭത്തല്ലാത്തതും കൂടിക്കലർന്ന മുതലുള്ളവരോട് കച്ചവടം ചെയ്യൽ കറാഹത്താണ്. അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കാതിരുന്നാൽ ഇവനിക്ക് ചീത്തപ്പേരിലേക്ക് വരും. ചിലപ്പോൾ അത് ഹറാമിലേക്ക് തന്നെ കൂട്ടി വരും. വഖാല ഖുർത്തുബിയു ലാ ശക്ക തമ്മ ഉമൂറൻ ജലിയത്ത തഹ്രീം വ ഉമൂറൻ ജലിയത്ത തഹ്ലീൽ. ഖുർത്തുബി പറയാ ഹലാല് വ്യക്തമായതുമുണ്ട്, ഹറാമ് വ്യക്തമായതും ഹലാല് വ്യക്തമായതും അവിടെ ഉണ്ട്. വമുറാദൻ വഉമൂറൻ മുതറദ്ദിദതൻ ബൈന ഹില്ലി വൽ ഹുർമ. ഹില്ല് ഹിർമത്തിൻ്റെ ഇടയിൽ മുതറദ്ദിദായത്, അതിനും സാധ്യതയുണ്ട് ഇതും സാധ്യതയുണ്ട്. വഹുവല്ലദീ തതആറദു ഫീഹൽ അദില്ലാ ഫഹിയൽ മുസ്തബിഹാത്ത്. ദലീലുകൾ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്നത്. ഒരു വകുപ്പിൽ കൂടെ നോക്കുമ്പം അത് ഹലാലാവണം, മറ്റൊരു വകുപ്പിൽ കൂടെ നോക്കുമ്പം അത് ഹറാമാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് മുസ്തബിഹാത്ത്. അതിൽ നിന്നാണ് മാറി നിൽക്കേണ്ടത്. ഹലാലാവാനുള്ള വകുപ്പ് നോക്കിയിട്ട് വകുപ്പുണ്ടാക്കി ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അവിടുത്തെ പറയാന്താ ദമായുരീബുക്ക ഇലാമാലായുരീബു ഇലാമായുരീബുക്ക്. അതിനൊക്കെയാണ് വറഅ് എന്ന് പറയുക. അതിനെ തൊട്ട് മാറി നിൽക്കണം. അപ്പം ഈ ഖത്താബി റളിയല്ലാഹു, ഖത്താബി മാസരി പറഞ്ഞതും ഖത്താബി പറഞ്ഞതും ഖുർത്തുബി പറഞ്ഞതും ഒക്കെ ഈ മുസ്തബിഹാത്ത് എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? കറാഹത്തായ കാര്യങ്ങൾ സംബന്ധിച്ചാണ് പറയുന്നത്. മറ്റൊരു അഭിപ്രായമുണ്ട്, ഈ ഹലാല് മുബാഹായ കാര്യങ്ങൾ, ഹറാമ് അല്ല മുബാഹായ കാര്യങ്ങളിൽ തന്നെ അതിൽ വല്ലാതെ പൂണ്ടുപിടിച്ച് അതിലുള്ള ഏറ്റവും നല്ലത് തന്നെ ഉപയോഗിക്കുന്ന ഒരവസ്ഥ. ഏറ്റവും നല്ല ഡ്രസ്സ്, ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല മത്സ്യം, അതെന്നെ അവൻ ഉപയോഗിക്കുള്ളൂ. ഏറ്റവും വലിയ വീടുകൾ, ഏറ്റവും നല്ല സാധനങ്ങൾ, എപ്പോഴും ബ്രാൻഡഡ് VIP സാധനം ഉപയോഗിക്കുള്ളൂ എന്നുള്ള വാശി. അങ്ങനെ ചെയ്യുമ്പോൾ ചില സമയത്ത് അവൻ ആ ഏറ്റവും ഉപയോഗിക്കാൻ വേണ്ടി, അത് കരസ്ഥമാക്കാൻ വേണ്ടി അതിലേക്കുള്ള മാർഗങ്ങൾ അപകടത്തിലേക്ക് കൂട്ടിപ്പോകും. അതിനെപ്പറ്റിയാണ് ഈ പറയുന്നത് എന്നും ചില ഇമാമിയങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നും ഒരു അഭിപ്രായമുണ്ട്. അതാണ് ഇമാമിയങ്ങൾ പറയുന്നത്. ഈ പറയുന്നതിൽ നിന്ന് ആകെ നമുക്ക് 3 അഭിപ്രായങ്ങൾ കിട്ടും. ഒന്ന് ഹലാലാവാനും ഹറാമാവാനും സാധ്യതയുള്ളത്, മറ്റൊന്ന് കറാഹത്തായത്, മറ്റൊന്ന് ഈ നിലക്കുള്ള ഹലാലുകൾ. 3 അഭിപ്രായമാണ് അതിലുള്ളത്. വളരെ ശ്രദ്ധിക്കേണ്ടത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പഠനങ്ങളാണ്, പഠിപ്പിക്കലുകളാണ്, തഅലീമുകളാണ്, തദ്ബീറുകളാണ്, തർബിയത്തുകളാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരു പെണ്ണ്, ഹദീസിങ്ങനെയാണ്, ഒരു കറുത്ത പെണ്ണ്. ആ കറുത്ത പെണ്ണൊരു അടിമയാണ്. അവൾ വന്നുകൊണ്ട് പറയുന്നു, ആ ഉഖ്ബത്ത് ബിൻ ഹാരിസ് എന്ന് പറയുന്ന ഒരു സ്വഹാബി റളിയല്ലാഹു അൻഹു ഉമ്മു യഹ്യ ഇബ്നത്ത് അബി ഇഹാബ്, അബു ഇഹാബിൻ്റെ മകൾ ഉമ്മു യഹ്യാനെ കല്യാണം കഴിച്ചു.
അവർ രണ്ടാളും കൂടി കല്യാണം കഴിച്ച് ജീവിക്കുന്ന സമയത്താണ് ഒരു കറുത്ത വെള്ളാട്ടി സ്ത്രീ വന്നുകൊണ്ട് പറയുന്നത് ഉഖബനോട്, നിനക്കും നീ കല്യാണം കഴിച്ച പെണ്ണിനും ഞാൻ മുല തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ആങ്ങളും പെങ്ങളും അണിക്കാവ് ശരിയല്ല. ഉഖബത്ത് എന്ത് ചെയ്തു? ഞാൻ നല്ല കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നീ വന്ന് പറഞ്ഞില്ല, എൻ്റെ കുടുംബക്കാരനോട് പറഞ്ഞിട്ടില്ല, ഒരാളും നിങ്ങളുടെ സംഭവം അറിയില്ല, അതുകൊണ്ട് നീ കളവ് ഒരാൾ മാറി നിൽക്ക്. എന്നാലും ഉഖബക്ക് മനസമാധാനം വന്നില്ല. ഉഖബ ഉമ്മു യഹ്യന്റെ കുടുംബക്കാരോട് ചോദിച്ചു, അവർക്ക് ആർക്കും അറിയില്ല. ഉഖബന്റെ കുടുംബക്കാരോട് ചോദിച്ചു, അവർക്കും അറിയില്ല. ഉഖബത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു മക്കക്കാരനാണ്, മദീനയിലേക്ക് ചെന്നു. തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ വായിക്കുന്നത്. അതിനർത്ഥമാണ് പറയുന്നത്, മക്കയിൽ വെച്ച് മദീനത്ത് വന്ന് നബി തങ്ങളോട് വിവരം പറഞ്ഞു, ഞാൻ ഉമ്മു യഹ്യനെ കല്യാണം കഴിച്ചു. കുറെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു പെണ്ണ് വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്ക് മുല തന്നു, എന്താ നബി ഞാൻ ചെയ്യേണ്ടത്? അവരുടെ ദീനാണത്, അവിടെ വറആണത്. നബി തങ്ങൾ ആദ്യം ഒന്നും പറഞ്ഞില്ല, തിരിഞ്ഞു കളഞ്ഞു. പിന്നെയും തിരിഞ്ഞു കളഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹ കാദിബ. അല്ല, ഉഖബ പറഞ്ഞു, ഇന്നഹ കാദിബ, അവൾ കളവാറിയാണ് നബിയെ, ഞാൻ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, വകൈഫ ബിഹാ വഖദ് സഅമത് അന്നഹാ ഖദ് അർളഅതുകുമാ ദഅഹാ അൻകാ. തുർമുദിന്റെ ഇബാറത്താണ്. നബി തങ്ങൾ പറയാണ്, എങ്ങനെ നീ അവളെ ഭാര്യയാക്കി വെക്കും? ആ പെണ്ണ് വാദിച്ചില്ലേ, നിങ്ങൾ രണ്ടാൾക്കും മുല തന്നു, നിങ്ങൾ ആങ്ങളും പങ്ങളും ആണ്, അതുകൊണ്ട് മുലപടി ബന്ധത്തിൽ കൂടല്ലേ, അതുകൊണ്ട് ഉമ്മു യഹ്യനെ നീ ഒഴിവാക്കണം. അവളെ മാറ്റി നിർത്തിക്കാളാ. ഇതാണ് അവിടെ അല്ലാഹുവിൽ വെള്ളം നോക്കുമ്പോൾ സാക്ഷിയില്ല എന്ന് പറയാ. പക്ഷേ ഇമാമിങ്ങളിൽപ്പെട്ട പലരും ഈ ഹദീസ് കൊണ്ട് എന്നോട് അമൽ ചെയ്തത് എന്താ പറഞ്ഞത്? ഉമ്മ പറഞ്ഞാൽ മതി മുലകൂടി ബന്ധം തെളിയാ. മറ്റൊരു സംഭവം വളരെ ചിന്തിക്കേണ്ടതാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് അവരുടെ ജ്യേഷ്ഠൻ ഉത്ബത്ത് ബിൻ അബി വഖാസ് എന്ന് പറയുന്ന സഅദ് ബിൻ അബി വഖാസിന്റെ ജ്യേഷ്ഠൻ മരിച്ചു പോകുന്നതിൻ്റെ മുമ്പ് പറഞ്ഞു, സുംഅ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ സൗദാ ബീവിയുടെ പിതാവ് സുംഅ, ആ സുംഅയുടെ ഒരു അടിമയുണ്ട്. ആ അടിമക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടി എൻ്റെ കുട്ടിയാണ്, അതുകൊണ്ട് ആ കുട്ടിയെ നീ ഏറ്റെടുക്കണം. ഉത്ബത്ത് ബിൻ അബി വഖാസ് സഅദ് ബിൻ അബി വഖാസിനോട് വസിയത്ത് ചെയ്യാണ്. അങ്ങനെ മക്ക ഫത്ഹിന്റെ ദിവസം മക്ക ഫത്ഹ് ആകുന്ന ആ കൊല്ലം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഈ സുംഅയുടെ സിംആ എന്നും അവിടെ വായിക്കലുണ്ട്. അങ്ങനെ എന്തായാലും സിംആയുടെ അടിമയുടെ കുട്ടിനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ സഹോദരൻ്റെ കുട്ടിയാണ്, അവർ എന്നോട് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ കുട്ടിയാണെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചിട്ടുമുണ്ട്. അപ്പം സിംആ എന്നവരുടെ മറ്റൊരു മകനാണ് അബ്ദ് ബിൻ സിംആ, സൗദാ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദ്. അബ്ദ് വന്നുകൊണ്ട് പറയുന്നു, അഖീ വബ്നു വലീദത്തി അബീ, ഇത് എൻ്റെ സഹോദരനാണ്, എൻ്റെ വാപ്പയുടെ ഉമ്മു വലദിൻ്റെ കുട്ടിയുമാണ്, അതുകൊണ്ട് എൻ്റെ സഹോദരനാണ്. ഉലിദ അലാ ഫിറാഷിഹി, മാത്രവുമല്ല എൻ്റെ പിതാവിൻ്റെ ഫിറാഷായി, ഭാര്യയായി, എൻ്റെ ഫിറാഷായി ഉപയോഗിക്കുന്ന കാലത്ത് എൻ്റെ വാപ്പ ഒത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ അടിമയുടെ കുട്ടിയാണ്, അതുകൊണ്ട് എൻ്റെ സഹോദരനാണ്. രണ്ടാളും പ്രശ്നമായപ്പോൾ രണ്ടാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഅദ് റളിയല്ലാഹു അൻഹു അവരുടെ ന്യായം പറഞ്ഞു. യാ റസൂലല്ലാഹ്, ഇബ്നു അഖീ ഖദ് കാന അഹിദ ഇലയ്യ ഫീ, എൻ്റെ സഹോദരൻ്റെ മകനാണ്, അത് എന്നിലേക്ക് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച കുട്ടിയാണ്, അങ്ങനെയാണ് ഞാൻ എടുത്തത്. അബ്ദ് ബിൻ സിംഅ പറഞ്ഞു, എൻ്റെ സഹോദരനാണ്, എൻ്റെ വാപ്പാൻ്റെ അടിമശ്രീയുടെ കുട്ടിയാണ്, എൻ്റെ വാപ്പയായിരുന്നു എൻ്റെ വാപ്പാൻ്റെ ഫിറാഷാണ് അവൾ, അതുകൊണ്ട് എൻ്റെതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ, ഹുവ ലക യാ അബ്ദു ബിൻ സിംഅ, അബ്ദു ബിൻ സിംഅ, അത് നിങ്ങൾക്കുള്ളതാണ്, നിൻ്റെ കുട്ടിയാ. നബി തങ്ങൾ അളിയനായിട്ട് വരും കുട്ടി.
അതിന് തെളിവെന്താ? അൽ വലതുലിൽ ഫിറാഷ്, വലത് ഫിറാഷിനിക്കാണ്. ആരുടെ ഭാര്യയായോ ആരുടെ അമത്തായിട്ടാണോ പ്രസവിച്ചത് എങ്കിൽ അവർക്കാണ് കുട്ടി. ആരെ ഭാര്യ പ്രസവിച്ചോ അവരുതാണ് കുട്ടി. അൽ വലതുലിൽ ഫിറാഷ്. വലിൽ ആഹിരി അൽ ഹജർ. ഇനി മറ്റോ വിഭജിച്ചിട്ടുണ്ട് എന്നല്ലോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവന് കല്ലെടുത്തേറിയാണ് അവനെ വേണ്ടത്. കല്ലെടുത്തെറിഞ്ഞ് കൊല്ലണം. വലിൽ ആഹിരി അൽ ഹജർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധിക്കുകയാണ്, അബ്ദിന്റെ സഹോദരനാണ്, ജിമ്മാന്റെ മോനാണ് എന്ന് പറയുമ്പോൾ സൗദ റളിയല്ലാഹു അൻഹയുടെ ആങ്ങളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളിയനാണ് എന്നാ പറയുക വരിക. റസൂൽ എന്താ പറഞ്ഞത്? ഇഹ്തജിബി മിൻഹു. സൗദ റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറഞ്ഞത് എന്താ? നീ അവനെ തൊട്ട് ഹിജാബ് നിൽക്കണം, ഈ കുട്ടിയെ തൊട്ട് നീ മറിഞ്ഞിരിക്കണം. കാരണം എന്താ? ഈ കുട്ടിയെ കണ്ടാൽ ഉത്ബനെ എടുത്തു വെച്ച മാതിരിണ്ട്. ഉത്ബന്റെ രൂപത്തിലാ കുട്ടിയുള്ളത്. ആ കുട്ടിനെ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാകും അത് ഉത്ബന്റെ കുട്ടിയാണ്. ഉത്ബ നടക്കും പോലെയാണ്, ഉത്ബന്റെ മുഖം പോലെയാണ്, ഉത്ബന്റെ സംസാരം പോലെയാണ്, ഉത്ബന്റെ വൽപ്പമാണ്. എല്ലാം ഉത്ബയോട് ശബഹുണ്ട്. പക്ഷെ അൽ വലതുൽ ഫിറാസ് എന്ന് പറഞ്ഞിട്ട് ജിംഅയുടെ മകനായി പ്രഖ്യാപിച്ചു. എന്നാൽ ജിമ്മന്റെ മകളായ സൗദ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നീ ഹിജാബിൽ കുട്ടിനെ കാണാൻ പോകാൻ പാടില്ല, ഒരിക്കലും കാണരുത്. കാരണം ഓറൽ അതാണ്, അവിടെ വാദമുണ്ട്, മറ്റാളെ കുട്ടിയാണ്. ഈ കുട്ടി മരിക്കുന്നത് വരെ സൗദ റളിയല്ലാഹു അൻഹ കുട്ടിനെ കണ്ടിട്ടില്ല. ഇങ്ങനെ ധാരാളം സംഭവങ്ങളുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഉണ്ടായ സംഭവമാണ്. അൻസാറുകൾ വന്ന് നബി തങ്ങളോട് പറഞ്ഞു, ഇന്ന ഖൗമൻ യഅ്തുനാ ബില്ലഹ്മി ലാ നദ്രി അദക്കറു ഇസ്മല്ലാഹി അലൈഹി അം ലാ. കുറേ ഉറയിൻ്റെ വകുപ്പുകളാണ്. എന്താ? മുസ്ലിമീങ്ങളായ കുറേ ആളുകൾ, അവർ പൊതുസ്ലാമികളാണ്, അടുത്ത കാലത്ത് മുസ്ലിമീങ്ങളാണ്. അവർ അറുത്തിട്ട് ആ മാംസം നമ്മൾക്ക് കൊണ്ടുവരുന്നുണ്ട്. അവർ അറിവിൻ്റെ മസലകളെല്ലാം പഠിച്ചുകൊണ്ടാണോ അറുക്കുന്നത് എന്ന് നമുക്കറിയില്ല. കാരണം അവരടുത്ത് മുസ്ലിമായോലാണ്. അതുകൊണ്ട് അവരടുത്ത് തിന്നാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുസ്ലിമീങ്ങൾ അർത്ഥതല്ലേ? മുസ്ലിമീങ്ങൾ അർത്ഥത് അവർ ബിസ്മി ചൊല്ലിയിട്ടില്ല എന്ന് വെക്കുക, എന്നാൽ ബിസ്മിങ്ങളാണ് ചൊല്ലി കഴിച്ചോളി. കാരണം മുസ്ലിമീങ്ങൾ ലാഹിർ, അവർ മുസ്ലിമാണെന്ന് വെക്കലാണ് അവിടുത്തെ പറയുക. അതാണ് മുസ്ലിം അർത്ഥത. മുസ്ലിമീങ്ങൾ അർത്ഥത് അത് അറിവ് ശരിയാവലാണ്, ലാഹിർ കഴിച്ചോളി. എന്നാൽ ചിന്തിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഇന്നത്തെ നാം നിലനിൽക്കുന്ന ഈ ഒരു കാലം എന്താ? മാംസക്കച്ചവടം. മാംസക്കച്ചവടം എന്താ? കോഴിക്കട. അത് മുസ്ലിമീങ്ങളും നടത്തും, മുസ്ലിമീങ്ങളല്ലാത്തവരും നടത്തും. ബീഫിൻ്റെ കട, അത് മുസ്ലിമീങ്ങളും നടത്തും, മുസ്ലിമീങ്ങളല്ലാത്തവരും നടത്തും. അങ്ങനെ ആട്, അത് മുസ്ലിമീങ്ങളും നടത്തുന്നുണ്ട്, മുസ്ലിമീങ്ങളല്ലാത്തവരും നടത്തുന്നുണ്ട്. അത് ഹലാലാവണമെങ്കിൽ അറിവിൻ്റെ നിബന്ധനകളോട് കൂടെ മുസ്ലിം അർത്ഥതായിരിക്കണം, നിയമമാണ്. അല്ലെങ്കിൽ അഹ്ൽ കിതാബി ആയിരിക്കണം. ആ ഷർത്തത്ത് അഹ്ൽ കിതാബി നമ്മളെ നാട്ടിൽ പുറത്തെത്തിക്കാൻ പ്രയാസമാണ്. ഇങ്ങനെയുള്ള ഈ അറവ് ശാലയിൽ വെച്ച് അറക്കുന്നത് അത് മുസ്ലിം നടത്തുന്ന കടയാണെങ്കിൽ പോലും അധിക നിരക്കും അറവ് എന്ന് പറയുന്നത് അതൊരു ഇബാദത്താണ്. അറവ് നടക്കാതിരുന്നാൽ അത് നജസാണ്, ഉറപ്പാണ്, നേസാണ്, ചത്താ നേസാണ്. അത് ദബീഹത്താവണമെങ്കിൽ മുസ്ലിം അൽക്കുമുരി അറക്കണം. നമ്മൾ അതേ പ്രകാരം ബിസ്മിയോ ചൊല്ലിക്കൊള്ളുന്നില്ല, എന്നാൽ ബിസ്മി ചെറിയ സർത്താണെന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ ഇന്ന് മീൻ കടയിൽ പോയി മീൻ വാങ്ങിയാൽ അത് മുറിച്ച് തരുന്നത് പോലെ കോഴി വെട്ടിക്കൊടുക്കുക എന്ന് പറയുന്നതാണ് കച്ചവടം. കോഴി കച്ചവടം, അത് ഇറച്ചിയായി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ അറവ് എന്നൊരു ഇബാദത്തോടെ നടത്തേണ്ടതുണ്ട് എന്ന് അറിയുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ മീൻ മുറിക്കുന്നത് പോലെ മുറിക്കാൻ ജീവനുള്ള കോഴി ജീവൻ പോകാൻ ഒരു പണിയെടുക്കണം, അതിനറക്കണം. അത് ആരായിരിക്കണം മറക്കേണ്ടത്? നമ്മളെ മതപ്രകാരം മുസ്ലിം ആവണം. മുസ്ലിം ആവണമെങ്കിൽ നിസ്കരിക്കാത്തവനും മുസ്ലിം തന്നെയാണ്, ഈമാണ്ടായ മതി. നമ്മളെ മതബിൽ തന്നെ ഒരു കൗല് പ്രകാരം മറ്റേ ഇമാമികൾ അവർക്ക് പ്രകാരം മുസ്ലിം അല്ലാത്തവൻ, നിസ്കരിക്കാത്തവൻ മുസ്ലിമേ അല്ല. അതാ പഴയ കാലത്തൊക്കെ നമ്മളെ ഉമ്മമാരെല്ലാം ഉസ്താദന്മാർ കാര്യമായ ആളുകളെല്ലാം അർത്ഥം കഴിക്കൂല. കാരണം എന്തുകൊണ്ട്? മുസ്ലിം അല്ല, നിസ്കരിക്കാത്ത മുസ്ലിം അല്ല എന്നുള്ള അഭിപ്രായമല്ലേ. എന്തിനാ വാങ്ങാത്ത കഴിക്കണെന്തിനാ?
ഇന്നത്തെ ഈ സാഹചര്യത്തിൽ കടകളിൽ മുസ്ലിമും മുസ്ലിം അല്ലാത്തവരും ഉണ്ടാകും. മുസ്ലിമിൻ്റെ ലാഹിർ പ്രകാരം നിസ്കരിക്കണവനാവലാണ്, അവനർത്ഥം നമുക്ക് കഴിക്കാം, അത് തന്നെയാണ് ലാഹിർ. ആ ലാഹിർ കൊണ്ട് അമൽ ചെയ്യാം. എന്നാൽ മുസ്ലിം അല്ലാത്തവരും വ്യാപകമായി അറിവ് നടത്തുന്നത് കൊണ്ട് മുസ്ലിം കടകളിൽ തന്നെ മുസ്ലിമല്ലാത്തവർ ഇറക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നാം അതിൻ്റെ ഹലാലിൻ്റെ വശം പരിശോധിച്ചിട്ട് 100% ഹലാലാണെന്ന് ബോധ്യപ്പെട്ട് കഴിക്കലാണ് അവിടുത്തെ വറഅ്. അതല്ലാതെ മുസ്ലിമീങ്ങളായിരിക്കാം അറുത്തത് എന്ന് ലാഹിർ പ്രകാരം മുസ്ലിം നാട്ടിൽ നമുക്ക് കഴിക്കുന്നതിന് വിരോധമില്ല ഫിഖുള്ള നോക്കുമ്പോൾ ലാഹിർ അങ്ങനെയാണെങ്കിൽ. എന്നാൽ എല്ലാ കടയിലും ലാഹിർ അതല്ല. അതാ ഞാൻ പറഞ്ഞത്, എല്ലാ കടയിലും അറവുകാർ മുസ്ലിമാണ് എന്നൊരു ലാഹിർ അവിടെ ഇല്ല. ആരാണോ ഉള്ളവർ അതൊരു ഇബാദത്താണ് എന്ന് പോലും അറിയാത്തവരുണ്ട്, അറവ് ഇബാദത്താണെന്ന് അറിയാത്തവർ. അതുകൊണ്ട് ആരും മറക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മുടെ ഭക്ഷണം ഉപയോഗിക്കാൻ. അതിവിടെ പറഞ്ഞ് ഒബൈനഹുമാ മുശബ്ബഹാത്തുൻ, ഈ മുതശാബിഹാത്തുൻ എന്ന് പറഞ്ഞ മുതശാബിൽപ്പെട്ടതാണത്. അത് വളരെ ശ്രദ്ധിക്കണം. എന്തായാലും വറഅ് മുസ്ലിം അറുത്തതാണെങ്കിൽ അത് കഴിക്കുന്നതിന് വിരോധമില്ല, കഴിക്കലാണ് വറഅ്. കാരണം അവൻ നിസ്കരിക്കുന്നവനായേക്കാം എന്നുള്ള ധാരണ വേണം. ഓരോരുത്തരും വ്യക്തിപരമായിട്ട് നമുക്ക് അറിയുമെങ്കിൽ അവരെ ലാഹിർ അതനുസരിച്ച് നീങ്ങണം. അല്ലെങ്കിൽ ലാഹിർ പ്രകാരം കഴിക്കാം. പക്ഷേ മുസ്ലിമീങ്ങളല്ലാത്തവർ അറുത്തത് ഒരു നിലക്കും കഴിക്കാൻ പാടില്ല. അതിനേക്കുള്ള സാധ്യതയുള്ളതും മാറ്റി നിർത്തേണ്ടതാണ്. ഈ ബാബിൽ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹറാമും ഹലാലുമാവാൻ സാധ്യതയുണ്ടെങ്കിൽ ഹറാമിൻ്റെ ഭാഗം അല്ലെങ്കിൽ അത് കറാഹത്താണെന്ന് വെച്ചിട്ട് അത് കഴിച്ചൂടാ, അത് ഉപയോഗിച്ചൂടാ, അത് ഒഴിവാക്കണം. എന്നാൽ വസ്വസത്തിൻ്റെ വകുപ്പിൽപ്പെട്ട ഒരു കാര്യങ്ങളുണ്ട്, അത് നാം ഉൾക്കൊള്ളേണ്ടതില്ല. ഇമാമിങ്ങൾ പറയാണ് ബഈദായ കാര്യത്തെ ജായിസാക്കുന്ന ഒന്ന് ജായിസാക്കി കൊണ്ടിട്ട് ഒരു കണ്ടുപിടുത്തത്തിലേക്ക് എത്തുക, അത് ഏതാണ്? വസ്വസത്തിൻ്റെ ഭാഗങ്ങളാണ്. കതർക്കിന്നിക്കാഹി മിൻ നിസായി ബലദിൻ കബീരിൻ ഖൗഫൻ അൻ യകൂന ലഹു ഫിഹാ മഹ്റമുൻ. ഒരു നാട്ടിൽ ഓൻ്റെ മഹ്റമായ ആരെങ്കിലും ഉണ്ടായേക്കാം. അത് ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് കല്യാണത്തിന് കഴിച്ചൂല. ഞാൻ കഴിക്കുന്ന മഹ്റം എൻ്റെ മഹ്റമായാലോ അത് വസ്വാസ. അതുപോലെ തന്നെ ഒരു മരുഭൂമിയിൽ ഒരു കുണ്ടിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം നജസാവാൻ സാധ്യതയില്ലേ? നാക്കാലികൾ നജസ് തിന്നുകാണ്ടായി തൊടാലോ, പല നിൽക്കുമ്പോൾ നജസായിക്കൂടെ, അത് ഉപയോഗിക്കൂല, അത് വസ്വാസാണ്. അലക്കി തിരുമ്മി വെച്ച് വൃത്തിയുള്ളൊരു വസ്ത്രം, കാഴ്ചക്ക് വൃത്തിയുണ്ട്, എന്നാലും അതിൽ നജസായിക്കൂടെ എന്ന് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാതെക്കുക. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അതൊക്കെ വറവിൻ്റെ ഭാഗമല്ല, അതൊക്കെ വസ്വാസാണ്. അത് അധികവും ഖുർത്തുബി ഇമാം പറയാണ് അൽ വറഉ ഫീ മിസ്ലി ഹാദാ വസ്വസത്തുൻ ശൈത്വാനിയ. ഇതുപോലെയുള്ള വറഅ് വസ്വസത്തുൻ ശൈത്താനിയാണ്. ഉദാഹരണം ഫത്തുൽ മീലുണ്ട് ഫായിദത്തും മുഹിമ്മ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക മസലുണ്ട് നിസ്കാരത്തിൻ്റെ സുറൂത്ത് നജസിൻ്റെ ബാബിൽ. എന്താ? നജസാവാൻ സാധ്യത ഇല്ലാത്ത കാര്യം ലാഹിർ പ്രകാരം അത് നജസാവൂല, അസ്ൽ പ്രകാരം നജസാവൂല. ഒരു ലാഹിറുണ്ട് അങ്ങനെ ആയിക്കൂടെ, എന്നാൽ അസ്ൽ കൊണ്ടാണ് അമൽ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ടല്ലോ. ഉദാഹരണം ഷാമെന്ന് വന്നിരുന്ന പാൽക്കട്ടികൾ, അത് പന്നിയുടെ പാൽ കൊണ്ടും പന്നിയുടെ കുടൽ കൊണ്ടും ഉണ്ടാക്കുന്നതാണെന്നൊരു പ്രചരണമുണ്ട്. യാതൊരു സ്ഥിരീകരണവുമില്ല. അങ്ങനെ ഒരു ധാരണ വെച്ചുകൊണ്ട് അത് ഉപയോഗിക്കാതെക്കുക. അതുപോലെ ചില സോപ്പുകൾ അത് നേഴ്സ് ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ് ധാരണ ഉണ്ട്, സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതൊന്നും അമൽ ചെയ്യേണ്ടതില്ല, അത് വസ്വാസിൻ്റെ ഭാഗങ്ങളാണ്. കാരണം അതിൽ ശുബ്ഹത്ത് ഹറാമിനുള്ള വകുപ്പ് പറഞ്ഞുണ്ടാക്കുന്നതാണ്. അതിലേക്ക് ലക്ഷ്യം ശറഇൻ്റെ മഖാസിദ് അവനക്ക് അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണമുള്ളത്. അങ്ങനെയുള്ളൊരു കാര്യത്തിൽപ്പെട്ടതായിട്ട് ഇമാമുൽ ഹറമൈനിയുടെ പിതാവ് ഇമാം ഇമാം അബ്ദുല്ലാഹിബിൻ യൂസുഫ് അൽ ജുവൈനി ഇമാം അവർ പറയുന്നുണ്ട്, ഒരു കൂട്ടം ആളുകൾ അന്നഹും ലാ യൽബസൂന സിയാബൻ ജുദദൻ ഹത്താ യഗ്സിലുഹാ, പുതിയ വസ്ത്രങ്ങൾ ധരിക്കാത്തൊരു കൂട്ടരുണ്ട്. എപ്പോഴും ഒരു പുതിയത് ഉപയോഗിക്കൂല. ഏത് പുതിയത് വാങ്ങിയാലും അത് അവർക്ക് അലക്കിയേ ഉപയോഗിക്കുള്ളൂ. എന്താ കാരണം? അവർ പറയുന്നത് ഇത്
അതെല്ലാം നെയ്തെടുത്ത് അത് ചായങ്ങൾ മുക്കി കഞ്ഞി മുക്കി അതിനുള്ള എല്ലാ പണികളും ചെയ്ത് പിന്നീട് അത് ഉണക്കാൻ വെക്കുന്ന ഭാഗത്ത് വൃത്തി ഉണ്ടാവില്ല, നജസ്സുണ്ടാകും. അതുകൊണ്ട് ഇതിൽ നജസ് ചേരാനും നായ്ക്കൾ ഉള്ളോർത്ത് അത് ഉണക്കാൻ വെക്കലുണ്ട്, പട്ടികളുള്ളോർത്ത് വെക്കലുണ്ട്, പൂച്ചകളുള്ളോർത്ത് വെക്കലുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ പൂച്ചകൾ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, നായ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നജസാവാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് ഉപയോഗിക്കൂല. ഇതെല്ലാം പറയുന്നത് വസ്വാസാണ് സംഗതി. അങ്ങനെയുള്ള പബ്ലിക് സ്ഥലങ്ങളിൽ അത് ഉണക്കാൻ വെച്ചാൽ തന്നെ അത് നബിൻ്റെ കാലത്തും എല്ലാ കാലത്തും അതിൻ്റെ സമ്പ്രദായം മാറിയിട്ടില്ല, എന്നിട്ടത് ഉപയോഗിക്കലുണ്ട്. അതുപോലെ പപ്പട കച്ചവടക്കാർ പപ്പടം പരത്തിയിട്ട് ഉണക്കാൻ വെക്കുക റോഡ് സൈഡിലാണ്. അപ്പം ഇവർ നായ ചവിട്ടാം, നേസുകൾ തെറിക്കാം, പൊടി തെറിക്കാം, സാധ്യതകളുണ്ട്. ആ സാധ്യത കൊണ്ട് അതെല്ലാം ഹറാമാണെന്ന് പറയേണ്ടതില്ല. അതുപോലെ ഉണക്ക മീനുകൾ അങ്ങനെ പലതും പറയപ്പെടലുണ്ട്. അതെല്ലാം ചെവി കൊടുക്കേണ്ടതില്ല, അതെല്ലാം വസ്വാസിൻ്റെ ഭാഗങ്ങളാണ്. അങ്ങനെയുള്ള വസ്വാസിലേക്ക് പോകണ്ട. പക്ഷേ സത്യത്തിൻ്റെ യഥാർത്ഥത്തിൽ അത് നജസാവാൻ അല്ലെങ്കിൽ അത് ഹറാമാവാൻ സാധ്യത കൂടുതലാണെങ്കിൽ അവകളെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിൽ ബഈദായ ഇഹ്തിമാലുകൾ പരിഗണിച്ചുകൊണ്ട് ഒഴിവാക്കൽ വസ്വാസാണ്. വസ്വാസിലേക്ക് കൂട്ടുന്ന ഒരു കാര്യവും ചെയ്യരുത്. എത്രത്തോളം ഉണ്ടായിരുന്നു ഇമാമിങ്ങൾ പറയാണ്, അന്ന ഖൗമൻ യഗ്സിലൂന അഫ്വാഹും ഇദാ അകലു ഖുബ്സ ഖൗഫൻ മിൻ റൗസിൽ സീറാനി ഇൻദൽ ദിയാസ്. ഈ നെല്ലുകൾ അത് മതിച്ച് അത് പുഴുങ്ങി അത് ഉണക്കി അത് അരിയായി വരുന്നതിൻ്റെ മുമ്പ് അത് സൂക്ഷിക്കുന്ന ഭാഗത്ത് എലികളുണ്ടാകും, അതിൽ കൂറകളുണ്ടാകും, പ്രാണികളുണ്ടാകും. അതെല്ലാമാണ് പാക്കറ്റാക്കി വരുന്നത്. ആ പാക്കറ്റിലുള്ള കുബൂസ് അതുകൊണ്ട് നാം വാങ്ങി കുബൂസ് ഉണ്ടാക്കിയാൽ നമ്മുടെ വായ നജസാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുബൂസ് തിന്നാൽ, പപ്പടം തിന്നാൽ വായ കഴുകുക. തിന്നുന്നതിനോട് കുഴപ്പമില്ല, തിന്നു കഴിഞ്ഞാൽ വായ നേസാവുന്നിട്ട് വായ കഴുകുന്ന വിഭാഗം ഉണ്ടായിരുന്നു. അതെല്ലാം ഒഴിവാക്കേണ്ടതാകുന്നു. അങ്ങനെയുള്ളത് വസ്വാസാണ്. അങ്ങനെയുള്ളതല്ലാതെ കറാഹത്താണെന്ന് ഉറപ്പുള്ളത് അല്ലെങ്കിൽ ഹറാമാവാൻ സാധ്യതയുള്ളത്, എന്ത് സാധ്യത, ഖരീബായ സാധ്യതയുള്ളത്, അതെല്ലാം ഒഴിവാക്കലാണ് വറഅ്. പിന്നെ വലിയ 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 മഹാന്മാരുണ്ട്. അഹ്മദ് ബിൻ റളിയല്ലാഹു അൻഹു വറയിൽ അറിയപ്പെട്ട ആളാണ്. മഹാനവറുകൾ ചരിത്രത്തിൽ കാണാം, കടലിലെ മീൻ കഴിക്കലില്ലായിരുന്നു. എന്താ സംഭവം? ഒരു ദിവസം രാവിലെ അഹ്മദ് ബിൻ റളിയല്ലാഹു അൻഹുവിനിക്ക് ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു, വെള്ളപ്പം കൊണ്ടുവന്നു കൊടുത്തു. മഹാനവറുകൾക്ക് ഇമാം അബൂ ഹനീഫ ഇമാമിനെ പോലെ തന്നെ അബൂ ഹനീഫ ഇമാം പറയില്ല, ഒളു ഉണ്ടാക്കിയ വെള്ളം കണ്ടാൽ ഒളു ഉണ്ടാക്കിയാൽ ആ വെള്ളത്തിൽ കൂടെ ദോഷം ഒലിച്ചു പോകുന്ന, അപ്പൊ ഇന്ന ദോഷം ചെയ്തവനാണ് ഈ ഒളു എടുത്തത് എന്ന് പറയാൻ അബൂ ഹനീഫ ഇമാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു 2 കുല്ലത്ത് എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം വേണമെന്നും പറഞ്ഞത്. ചെറിയ ചെറിയ വെള്ളങ്ങളാകുമ്പോൾ ദോഷം കൊണ്ട് അത് പകർച്ചയാകും. അതുകൊണ്ട് നമ്മളെ മതവിലെ പോലെ 200 ലിറ്റർ വെള്ളമൊന്നും പോരാ, ഒരു ഭാഗം തൊട്ടാൽ മറ്റേ ഭാഗം ഇളകാത്തിലക്കുള്ള വെള്ളം വേണമെന്നൊക്കെ ഹനഫിയുടെ മതവിലുണ്ട്. അപ്പോൾ ഇതാണ് കാരണം. അവർ നജസ് കയ്യിൽ നിന്ന്, ശരീരത്തിൽ നിന്ന്, മുഖത്തിൽ നിന്ന് ഉളു കൊടുക്കുമ്പോൾ ആ ദോഷം ഒലിച്ചു പോകും. ആ വെള്ളം കലങ്ങാൻ സാധ്യതയുണ്ട് ദോഷം കൊണ്ട്. അതുകൊണ്ട് ദോഷം കലങ്ങിയാലും കേടുരാത്തൽക്ക് അത്രയും വെള്ളം വേണം. അത് വേറെ സംഭവമാണ്. അഹ്മദ് ബിൻ റളിയല്ലാഹു അൻഹു പ്രധാനപ്പെട്ട അഹ്മദ് ബിൻ റളിയല്ലാഹു അൻഹുക്ക് ഒരു വെള്ളപ്പം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവരതിൽ സുബ്ഹത്തിൻ്റെ മുതൽ സുബ്ഹത്ത് കാണുകയാണ്, എന്തോ ഒരു പറ്റാത്ത ഒരു ഹറാം കലർന്ന് കാണുന്നുണ്ട്. ചോദിച്ചു, ഇതോടുന്ന് കിട്ടിയതാണ്. അഹ്മദ് കുടുംബക്കാർ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ പൊളിപ്പിക്കുന്ന ഖമീറത്ത് നഷ്ടപ്പെട്ടിരുന്നു കഴിഞ്ഞിരുന്നു. പൊളിപ്പിക്കാൻ വേണ്ടി കൂട്ടുന്ന ഖമീറത്ത് നഷ്ടപ്പെട്ടിരുന്നു, സോഡാക്കാരം നഷ്ടപ്പെട്ടിരുന്നു. അത് അഹ്മദ് ബിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഖാദിയ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ ഖാദിയായ കഥെല്ലാം വളരെ വിശദമാണ്. ആളുകൾ ആവശ്യം പൂർത്തിയാക്കാൻ വേണ്ടി ഉള്ളിൽ പോയി കിടക്കൂല. ഈ സമയത്തും പുറത്ത് ഡോർ തുറന്ന് വെച്ച് ഡോറിൻ്റെ അടുത്താണ്ടാകുക. ആർക്ക് എപ്പം വേണമെങ്കിലും വരാൻ പറ്റുന്ന സാഹചര്യത്തിൽ അത്രയും വിറക് ജീവിക്കുന്നവരാണ്.
പക്ഷേ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാരമാണ് ഇതിൽ ഉപയോഗിച്ചത്, പൊളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്, ഖമീറത്ത്, തൈര്. അപ്പോൾ അവർ ചെയ്ത പണി എന്താ? അവനെ വിളിച്ചിട്ട് ചോദിച്ചു നോക്കുന്നത് എവിടുന്ന് കിട്ടി. അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ, അവിടെ കേസുള്ള ഏതോ ഒരാള് ഹദിയായി നൽകിയതായ ഖമീറത്താണത്, പൊളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു. അത് കാലിക്ക് ഹദിയ സ്വീകരിക്കാൻ പാടില്ല. അപ്പം അത് ശുഭത്തായി, അത് ഹറാമായി. അതാണ് ഇവിടെ ഉപയോഗിച്ചത്. അവൻ പറഞ്ഞു, ഞാനത് ഉപയോഗിക്കൂല, എനിക്കിത് വേണ്ട. പിന്നീട് എന്താ സംഭവിച്ചത്? അവൻ നബിയോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് ആരാ കൈക്കണ്ടി? പറഞ്ഞു, ഇതുകൊണ്ട് പോയിട്ട് സദക്ക ചെയ്യട്ടെ ചോദിച്ചു. കുടുംബക്കാർ സദക്ക ചെയ്തോ, പക്ഷെ അതിൻ്റെ അയ്ബ് പറയണം. അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു കൈക്കാത്തതാണിത് എന്ന് പറയണം. ഖമീറത്ത് മകൻ്റെ വീട്ടിൽ നിന്നുള്ള ഹദിയ ചെയ്തത്, കാദിക്ക് ഹദിയ ചെയ്തത് ഹറാമാണ്, അതിൽ കൊണ്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് അഹ്മദ് ഹംബൽ കഴിച്ചിട്ടില്ല, സുബ കലർന്നതാണ്, വേണമെങ്കിൽ കഴിച്ചോളി, അത് കൊടുത്തോളി. അവരതും കൊണ്ട് നടന്നു, ഒരാളും വാങ്ങിയില്ല. അവസാനം ആ ഖമീറത്ത്, ആ വെള്ളപ്പം അവർ വെള്ളത്തിലേക്ക്, കടലിലേക്ക് ഒഴിച്ചു, പുഴയിലിട്ടു. അഹ്മദ് ഹംബൽ ചോദിച്ചു, അത് തിരിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു? ആർക്കും വേണ്ട, അഹ്മദ് ഹംബൽ കഴിക്കാത്തതാണ്, സുബഹത്ത് കലർന്നപ്പോൾ ഒരാളും വാങ്ങിയില്ല, അത് ഞങ്ങളത് പുഴയിലിട്ടു. പിന്നീട് അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു ആ പുഴയിലെ മീൻ കഴിച്ചിട്ടില്ല. എന്താ കാരണം? ആ റൊട്ടി തിന്നത് ഏതാണെന്ന് അറിയില്ല. അതുകൊണ്ട് അത് വേറൊരു ഉറയാണ്, അത് വേറൊരു ഉറയാണ്. അത്രമാത്രം ഉറയില്ലെങ്കിലും ശുബ്ഹത്ത് കലരാൻ സാധ്യതയുള്ളത് ഏതുണ്ടോ അത് ഒഴിവാക്കണം. അത് ദീനിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. ശുബ്ഹത്ത് കഴിച്ച് ഉപയോഗിച്ച് അത് ഹറാമിലേക്ക് കൂട്ടാനും, അങ്ങനെ ഹറാമുകൾ പലവട്ടം ചെയ്താൽ അവൻ്റെ ഈമാൻ പോവാനും, ഈമാൻ പോയാൽ കാഫിറായി ചത്തുപോവാൻ വരെ കാരണമാകും. വളരെ ശ്രദ്ധിക്കണം. ഫഖദ് ഇസ്തബ്റഅ ലി ദീനിഹി, ദീനിന് വേണ്ടി കുറേ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്.